ഇറാനെ കത്തിച്ചാമ്പലാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ലോകത്തിന് തന്നെ ബാധ്യതയാവുകയാണ്. ആക്രമണം അത് ഇറാൻ്റേതായാലും മോശം തന്നെയാണ്. പക്ഷേ ഇറാൻ്റെ ചെറുത്തുനിൽപ്പിൽ അമേരിക്ക ഇപ്പോൾ നിന്ന് വിറക്കുന്നു. പുതുതായി ആര് വന്നാലും 24 മണിക്കൂറിനുള്ളിൽ വധിക്കുമെന്ന് പറഞ്ഞ അമേരിക്ക ഇറാൻ പരമോന്നത നേതാവിൻ്റെ സന്ദേശം പുറത്തു വന്നതോടെ കൈമലർത്തുകയാണിപ്പോൾ. ഹോർമൂസ് കടലിടുക്ക് അടച്ചിടും എന്നാണ് സന്ദേശം. അതായത് എന്നും തലയെടുപ്പോടെ നിന്ന ഇറാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പിടിച്ചുകുലുക്കിയ സമയങ്ങളാണ് ആയത്തുള്ള ഖമേനിയുടെ കൊലപാതകം എന്ന് പറയുന്നത്. ആ നിർണായകമായ ഒരു ഘട്ടത്തിൽ പുതിയ പരമോന്നത നേതാവായി സ്ഥാനമേറ്റ ആയത്തുള്ള മൊജ്തബ ഖമേനിയുടെ ആദ്യ ഔദ്യോഗിക സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടെ വേണ്ടായിരുന്നു ഈ യുദ്ധം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് അമേരിക്ക മാറിയിരിക്കുന്നു. ആദ്യ സന്ദേശത്തിൽ ദേശീയ ഐക്യത്തിന് ആഹ്വാനം ചെയ്ത മൊജ്തബ ഇറാൻ്റെ ശത്രുക്കളെ പൂർണ്ണമായും സമ്മർദ്ദത്തിലാക്കാൻ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടുന്നത് തുടരുമെന്ന നിലപാടാണ് ആദ്യം തന്നെ വ്യക്തമാക്കിയത്. ഖമേനിയുടെ പിൻഗാമിയായി ആര് വന്നാലും 24 മണിക്കൂറിനുള്ളിൽ വധിക്കുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നെഞ്ചകം തകർത്തുകൊണ്ടാണ് അദ്ദേഹം ഈ സന്ദേശം ലോകത്തിനു മുന്നിൽ നൽകിയത്. അയൽ രാജ്യങ്ങൾ ഇത് സുഹൃത്തുക്കൾ തന്നെയാണ്, അവർക്ക് വേണ്ടിയല്ല, മറിച്ച് തങ്ങളുടെ ചോര കുടിക്കാനും നശിപ്പിക്കാനും ഇറങ്ങിയവർക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാനാണ് ഈ തീരുമാനമെന്നാണ് മൊജ്തബ തൻ്റെ സന്ദേശത്തിൽ അറിയിച്ചിരിക്കുന്നത്. അയൽക്കാരുമായുള്ള സൗഹൃദത്തിൽ വിശ്വസിക്കുന്നുവെന്നും എന്നാൽ അമേരിക്കൻ താവളങ്ങളെ മാത്രമാണ് താൻ ലക്ഷ്യമിടുന്നത് എന്നും മൊജ്തബ സന്ദേശത്തിൽ വ്യക്തമാക്കുകയാണ്. മൊജ്തബ ഖമേനിയുടെ ഔദ്യോഗിക ടെലഗ്രാം ചാനലിലൂടെ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിലുള്ള ഒരു കുറിപ്പാണ് ആദ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ്റെ ചരിത്രത്തിലെ പരമോന്നത നേതാക്കളുടെ പേരുകൾക്കൊപ്പമാണ് മൊജ്തബയുടെ പേരും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുത്തനും ഇതുവരെ തൊട്ടിട്ടില്ല അദ്ദേഹത്തെ. ഇറാൻ്റെ പ്രഥമ നേതാവ് റുഹുള്ള ഖമേനി, തുടർന്ന് വന്ന അലി ഖമേനി എന്നിവരുടെ പേരുകൾക്ക് താഴെയാണ് മൊജ്തബ ഖമേനിയുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ തീർക്കുമെന്ന് പറഞ്ഞവർക്ക് ഇറാൻ മാത്രമല്ല ലോകം നൽകുന്ന ഒരു സന്ദേശം കൂടിയാണിത്. ഈ സന്ദേശം മൊജ്തബയെ സംബന്ധിച്ചൊരു തുടക്കം കുറിക്കലാണ്. തൻ്റെ പിതാവിനെയും ഭാര്യയെയും മക്കളെയും ഒക്കെ വധിച്ച് ഒരു രാജ്യത്തെ മുഴുവൻ തീർത്ത് കളയാമെന്ന് കരുതിയവരുടെ മുന്നിലേക്ക് എല്ലാം നഷ്ടപ്പെട്ടവൻ തൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വിങ്ങൽ, അതൊരു തീഗോളമായി മാറിയാലും അത്ഭുതപ്പെടാനില്ല. അപ്പോഴും പിൻഗാമിയായി വന്നവനെയും ഇങ്ങനെ തീർക്കുമെന്നുള്ള മുന്നറിയിപ്പും നൽകി കാത്തിരിക്കുന്നവരുടെ ചിറകാണ് മൊജ്തബ ഖമേനി അരിഞ്ഞു വീഴ്ത്തിയത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ റംസാൻ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ സന്ദേശത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: പരസ്പരം സ്നേഹിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഈ പുണ്യമാസത്തിൽ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് തന്നെ നിലനിൽപ്പിൻ്റെ പോരാട്ടമായി ഇതിനെ കാണുകയാണ്. പരമകാരുണ്യവനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന സന്ദേശവും അദ്ദേഹം ഇതിനൊപ്പം കുറിച്ചിട്ടുണ്ട്. ഖുറാനിലെ മിക്ക അധ്യായങ്ങളുടെയും തുടക്കത്തിൽ ഉപയോഗിക്കുന്ന ഈ വാചകം ഒരു പുതിയ തുടക്കത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പിതാവിൻ്റെ വിയോഗത്തിന് ശേഷം ഇറാൻ്റെ പരമാധികാരം ഏറ്റെടുത്ത മൊജ്തബ തൻ്റെ നേതൃത്വത്തിന് കീഴിലുള്ള പുതിയ ഭരണക്രമത്തിൻ്റെ പ്രഖ്യാപനമായാണ് ഈ സന്ദേശത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ഈ പ്രഖ്യാപനം, അതായത് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടുമെന്നൊരു സന്ദേശം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രതീക്ഷയെ നിർവീര്യമാക്കുകയാണ്. ലോകം തന്നെ അവർക്കെതിരെ തിരിയാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്.